ജേക്കബ് തരകൻ, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അന്ന് അമേരിക്കയും ഇസ്രയേലും പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇറാന്റെ ആണവായുധങ്ങളായിരുന്നു. അവിടെ നിന്നൊക്കെ ഇപ്പോൾ മാറി ഹോർമുസ് തുറക്കുമോ, ഹോർമുസ് അടയ്ക്കുമോ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ യുദ്ധം എന്തിനാണ് ആരംഭിച്ചത്? അത് പാടെ മറന്നുപോയപ്പോൾ ആ ഹോർമുസ് കടലിടുക്കിലേക്ക് ഈ യുദ്ധം നാരോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓൺ ആൻഡ് ഓഫ് യുദ്ധമായി മാറിയിട്ടുണ്ട്. ഇനി എങ്ങനെ ഇത് മുന്നോട്ട് പോകും? ഈ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും MOU ഒപ്പിട്ടു, പക്ഷെ പിന്നെയും യുദ്ധം തുടരുകയാണ്, ഒരു അവസാനമില്ലാതെ. താങ്കൾ തന്നെ പറഞ്ഞ ഈ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് കാണാം. ഒരുപക്ഷെ ഈ ചോദ്യത്തിന് അത് സൈനികമായിട്ട് അവലോകനം ചെയ്യണമോ, അതോ പൊളിറ്റിക്കലി അവലോകനം ചെയ്യണോ, അതോ ഡിപ്ലോമാറ്റിക്കലി അവലോകനം ചെയ്യണോ, അതോ എക്കണോമിക്കലി ചെയ്യണോ എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷമം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ തുടങ്ങിയ ടെർമിനൽ ഒബ്ജക്റ്റീവിലൊന്നും എത്താതെ യുദ്ധം നിർത്തിയെന്ന് ആദ്യമേ പ്രഖ്യാപിച്ചു, പിന്നെയും തുടങ്ങി, പിന്നെയും പ്രഖ്യാപിച്ചു യുദ്ധവിരാമം വിടാൻ പോവുകയാണെന്ന്. പിന്നെ കുറച്ച് ദിവസം വെടിപ്പ് നടന്നില്ല, പിന്നൊരു MOU വന്നു. ഇത് ഇപ്പോൾ നാം കാണുന്നത് ഒരു രാഷ്ട്രത്തലവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴിയായി ഇന്ന് വരെ ലോകം കാണാത്ത ഒരു അൺപ്രസിഡൻറ്റഡ് ഒരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ മിലിറ്ററി ആക്ഷനാണ് നാം കാണുന്നത്. ഇത് എങ്ങോട്ട് പോകും എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് ഒരുപക്ഷെ ട്രംപിന് പോലും മറുപടി പറയാൻ ഒക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചർച്ചകളിലേക്ക് ഇനി വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇത് എന്തിനു വേണ്ടി തുടങ്ങി എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഉത്തരമുണ്ട്. അവർ പറഞ്ഞ 6-7 കാര്യങ്ങളുണ്ട്. അതൊന്നുമല്ല. ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ ഇന്ന് അത് നമുക്ക് സംശയമാണ്. ഇസ്രായേലിന് വേണ്ടിയാണോ, അതോ അമേരിക്കയ്ക്ക് വേണ്ടിയാണോ, അതോ വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ? ഇതിൻ്റെ പരിണാമം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നാം കാണുന്നത് കൊളാറ്ററൽ ഡാമേജ്, അതായത് നമ്മളെ പോലുള്ള ഈ രണ്ട് വശത്തും ഇല്ലാതെ ദുരിതം അനുഭവിക്കാൻ പോകുന്ന ലോക ജനതയാണ്. ഒരുപക്ഷെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ, ഇനി കുറച്ച് വർഷം കഴിഞ്ഞ് ചരിത്രം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതായിരിക്കും ഭ്രാന്തമായ ഒരു യുദ്ധം എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ചരിത്രം ഇതിനെ അങ്ങനെയായിരിക്കും കുറിക്കുന്നത്. ഒരു ഭ്രാന്തമായ, ഒരു കാരണങ്ങളുമില്ലാത്ത, ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങി നടന്ന ഒരു യുദ്ധം എന്നാണ് ഈ യുദ്ധത്തിനെ ചരിത്രം കുറിക്കുവാൻ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ശരി.